എല്ലാ പ്രേക്ഷകർക്കും ഫിയാത്ത് മിഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന 4ാമത് മിഷൻ കോൺഗ്രസിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. And my wish and prayer is that all that happens here during this 1 week be a good mission, as it is called Mission Congress. A mission that makes a congress, that assembles the people of God, that assembles men of goodwill, and thereby listening to the word of God. We are all missionaries. We are all missionaries by our baptism. We are all together in Christ. We are all together in the sheepfold of the church. We are all together in humanity. We have only brothers and sisters in different ways of life, and we all work together for the glory of God, for our salvation and for the salvation of our brothers and sisters. നാലാമത് GGM മിഷൻ കോൺഗ്രസ് ഔപചാരികമായി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഔപചാരികമായി വിശുദ്ധ കുർബാനയോടൊപ്പം ആഘോഷമായ ദിവ്യബലിയോടൊപ്പം ഈയൊരു മിഷൻ ഗ്യാതറിങ്ങിന് 4ാമത്തെ സീസണിന് അല്ലെങ്കിൽ 4ാമത്തെ ഒരു GGM മിഷൻ ഗ്യാതറിങ്ങിന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ CMI ദേവമാതാ പ്രൊവിൻസിൻ്റെ കീഴിലുള്ള നമുക്കറിയാം ഏകദേശം 28 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്ത് CMI അച്ഛൻ്റെ ഒരു പരിശുദ്ധാത്മാവിനോടുള്ളൊരു വാഗ്ദാനത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരവാദിത്വത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു അടയാളമായി ആരംഭിച്ച ധ്യാനകേന്ദ്രമാണ് ജെറുസലേം ധ്യാനകേന്ദ്രം. ജെറുസലേം ധ്യാനകേന്ദ്രത്തിലാണ് ഈ ഒരു GGM മിഷൻ ഗ്യാതറിങ്ങിൻ്റെ 4ാമത്തെ ഒരു മിഷൻ കോൺഗ്രസ് നടക്കുന്നത്. ഔപചാരികമായി ഈ ഒരു സ്റ്റാളുകളുടെ ഉദ്ഘാടനം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. 50-ലധികം വിവിധ രൂപതകളുടെയും മിഷൻ കോൺഗ്രിഗേഷനുകളുടെയും സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. നമുക്കിപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛൻ ഇവിടെയുണ്ട്. ഇത്ര മനോഹരമായ ഒരു വേദി ഒരുക്കി ഈ മിഷൻ കോൺഗ്രസ്സിന് ഏറ്റവും അനുയോജ്യമായ ഒരു വേദി നൽകിയ പട്ടത്തച്ഛൻ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് വെൽക്കം ചെയ്യാം. എത്രത്തോളം ഒരു സന്തോഷം തോന്നുന്നു ഈ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു മിഷൻ ഗ്യാതറിംഗ് നടക്കുമ്പോൾ? എൻ്റെ മനസ്സ് നിറയെ സന്തോഷം നിറഞ്ഞിരിക്കുകയാണ്. കാരണം ജെറുസലേം വചന കൂടാരം ഇന്ന് പുളകിതമായി തീരുകയാണ്. നമ്മളുടെ പ്രത്യേകമായിരിക്കുന്ന ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ 4ാമത് മിഷൻ കോൺഫറൻസ് ഈ ആലയത്തിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന്, ഭാരതത്തിന് ഒരു അഭിമാനമാണ്. ഞാനിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിവന്യ പിതാക്കന്മാരോടും, ഏകദേശം 5000-ഓളം വരുന്ന അഭിവന്യ പിതാക്കന്മാരോടും 5.5 ലക്ഷം വരുന്ന വൈദികരുടെ അനുഗ്രഹം ഈ എക്സിബിഷൻ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഷാലോം വിഷനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഈ മിഷൻ എക്സിബിഷനിലേക്ക് വരുവാൻ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരുപാട് സന്തോഷം അച്ഛാ. തീർച്ചയായിട്ടും വലിയ ഒരു മിഷണറി ചൈതന്യം, ഒരു ആവേശം പകരുന്ന വാക്കുകളാണ് അച്ഛൻ പറഞ്ഞത്. നമ്മൾ അടുത്ത ഒരു സ്റ്റാളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വളരെ വിചിത്രമായ, വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സ്റ്റാളിലൂടെ കടന്നു പോകുന്നവർക്ക് കിട്ടുക. ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമ്മാക്കുലേറ്റ്, നിർമ്മല സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സിന്റെ സന്യാസിനി സമൂഹത്തിന്റെ സ്റ്റാളിലാണ് എത്തിയിരിക്കുന്നത്. ആ സ്റ്റാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ലോകത്തുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്, അവതരിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക ഉണ്ട്, ആഫ്രിക്കയുണ്ട്, യൂറോപ്പുണ്ട്, അതുപോലെ തന്നെ ഓഷ്യാനിയ ഉണ്ട്. അങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങളെയും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഏത് ഭൂഖണ്ഡത്തിലേക്കാണ് നിങ്ങളെ മിഷണറിയായി പോകാനായിട്ട് ദൈവം ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ, സ്ക്രീൻ ചെയ്ത് കണ്ടെത്താനുള്ള വളരെ രസകരമായ ഒരു പ്രോസസ്സാണ് നമ്മുടെ നിർമ്മല സിസ്റ്റേഴ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു മിഷണറി ആയിട്ട് പോകാൻ പോവുകയാണ്. ദൈവം എന്നെ ഒരു മിഷണറി ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂലോകത്തിൽ ഏത് ഭൂഖണ്ഡത്തിലാണ്, ഏത് രാജ്യത്തിലാണ് എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് നിർമ്മല സിസ്റ്റേഴ്സിലെ സന്യാസിനി ആയിട്ടുള്ള പ്രിയപ്പെട്ട നമിത സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൈജു ദേവസി എന്ന ഞാൻ, ദൈവമേ അങ്ങനെ ഏത് ഭൂഖണ്ഡത്തിലേക്കാണ് മിഷണറി ആയിട്ട് വിളിക്കുന്നത് എന്ന് ചോദിച്ചറിയാൻ, ശരിക്കും അറിഞ്ഞു ഞാൻ പോകേണ്ടി വരുമോ?
എന്നാലും തമ്പുരാന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ തമ്പുരാന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു മിഷണറി ആകാനുള്ള കോൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരും ചില പ്രോസസ്സുകളിലൂടെ എന്നാണ് നമിത സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമിത സിസ്റ്ററിനോട് ചോദിച്ചറിയാം എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു സ്ക്രീനിങ് കാര്യങ്ങൾ നടക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒത്തിരി വളരെ സന്തോഷമുണ്ട് ബൈജു ദേവസി ഇത്ര സന്തോഷകരമായ ഒരു നല്ലൊരു ക്രിയേറ്റീവ് വേ ഞങ്ങൾ പ്രസന്റ് ചെയ്തതിൽ. ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുകയും ഞങ്ങൾക്ക് വേറൊരു ചിന്തയുമില്ല. നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദുരിതം എന്നാണ് പൗലോസിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ പേര് തന്നെ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് ആൻഡ് ലേ അസോസിയേറ്റ്സ്. ഞങ്ങളുടെ സഭയിൽ അൽമായരുടെ സമൂഹമുണ്ട്. ഇപ്പം ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു ലിമിറ്റ് ആയിട്ടുള്ള മിഷനല്ല. ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകമെങ്ങും പോയി മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ ദിവചനത്തിൽ എങ്ങനെയാണ് യേശു നമ്മളോട് ആഹ്വാനിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ലിമിറ്റും ഇല്ല. നിങ്ങളുടെ എല്ലാവരെയും മിഷൻ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻട്രി ടു മിഷൻ. ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് പറയുകയാണ്, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്, ഐ വാണ്ട് ടു ബി എ മിഷണറി. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, എനിക്കൊരു മിഷണറി ആവണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു മിഷണറി സ്ക്രീനിങ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മിഷണറി കളേഴ്സ് ആണ്. മിഷണറി ഭൂഖണ്ഡങ്ങളുടെ കളറാണ്. ഓരോ ഭൂഖണ്ഡങ്ങളുടെ കളർ. ഈ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ആഫ്രിക്ക ഭൂഖണ്ഡത്തിനെയാണ്, പച്ച കളറ്. ഈ ചുവപ്പ് കളറ് ഭൂഖണ്ഡങ്ങൾ അമേരിക്ക, നോർത്ത് സൗത്ത് അമേരിക്ക, 2 ഖണ്ഡങ്ങളെയും ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വൈറ്റ്, വെള്ള കളറ് നമ്മളുടെ ഹോളിനെസിന് ചിന്തിക്കുന്നത് യൂറോപ്പ് ഭൂഖണ്ഡത്തിന് റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഈ ബ്ലൂ പസഫിക്, ഓഷ്യാനിയ, അതിൽ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. പിന്നെ യെല്ലോ നമ്മുടെ തന്നെ സ്വന്തം കോണ്ടിനെന്റായ നമ്മുടെ തന്നെ ഭൂഖണ്ഡായ ഏഷ്യ. അപ്പൊ വെൽക്കം ടു മിഷണറി സ്ക്രീനിങ്. ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ലേ അസോസിയേറ്റ് ആണ് റോജ പുഷ്പ, മിസ്സിസ് റോജ പുഷ്പ. ഹൈദരാബാദ് തെലങ്കാന എന്നാണ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മിഷണറി വെൽക്കം. അപ്പോ ബൈജു ആയോ, അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സ്ക്രീനിങ് ചെയ്യാൻ പോവുകയാണ്. മിഷണറി ആവാൻ ഇഷ്ടമല്ലേ ബൈജു? ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ബൈജുവിനെ സ്ക്രീനിങ് കൈയൊന്ന് വരുത്തി വെച്ച് നമ്മൾ സ്ക്രീനിങ് ചെയ്യാൻ പോവാണ്. ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. അപ്പൊ നോക്കുകയാണ് നമ്മള് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. മാർക്കോസ് 16-15 വചനമാണ് കിട്ടിയിരിക്കുന്നത്. ഓ വെരി ഗുഡ്. സോ ദൈവം പറയുകയാണ് നമ്മളോട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. ഒരു ഭാഗത്ത് മാത്രമല്ല, എല്ലാവരോടും. അങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Whoever wants to be my disciple must deny themselves and take up their cross daily and follow me. ലൂക്കായുടെ സുവിശേഷം 9:23. നിങ്ങൾക്ക് സ്വയം പരിത്യജിച്ച് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ഓക്കെ, ബൈജു പാസ്സായിട്ടാ. ഞാൻ എന്റെ കുരിശുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. മിഷണറി സ്ക്രീനിൽ തരാൻ പോകുന്നു. യേശു തരും. ബൈജു കുരിശെടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ബൈജു എൻട്രി നമ്മള് ഉള്ളിലേക്ക് കടന്നില്ലേ. നമ്മളിപ്പോ എവിടെയുള്ളത്? ഇന്ത്യ ദേശത്താണ്, അല്ല ഭാരത ദേശത്തുള്ളതല്ലേ. നമ്മൾ ഇന്ത്യയിൽ നിന്നിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. നമ്മളെല്ലാവരെയും ലോകം മുഴുവൻ പോകാനാ പറഞ്ഞിരിക്കുന്നത്. ദേ പോകുന്നു നമ്മള് കുരിശെടുത്തിട്ട്. എവിടേക്കാ പോകേണ്ടത്? ലോകം മുഴുവനിലേക്കാണ്. ഒരു കൺട്രിയിലേക്ക് മാത്രമല്ല, ഒരു രാജ്യത്തേക്ക് മാത്രമല്ല. ദേ പോകുന്നു. അപ്പൊ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഈ ലോകം മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട്. Go into the whole world and preach the gospel. Mark 16:15. മാർക്കോസിന് ശേഷം 16-15 ദിവ്യവചനം. അതുകൊണ്ടാണ് പല കളറുകൾ നിങ്ങൾ കാണാം ഇല്ലേ? പല കളറുകൾ, ഒരു കളറല്ല, പല കളറുകൾ. പച്ച, ചുവപ്പ്, നീല, വെള്ള, മഞ്ഞ. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ സിസ്റ്റേഴ്സ് എവിടെയായിരിക്കുന്നോ അവിടുത്തെ ഡ്രസ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡ്രസ്സില്ല. ദൈവം തരുന്ന ഡ്രസ്സാണ് ഇത്. കണ്ട, ഇതിപ്പോ മണിപ്പൂരി സിസ്റ്ററാണ്. മണിപ്പൂര് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആ സിസ്റ്റർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ചൈനയിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ സിസ്റ്റേഴ്സ് ഓരോരുത്തരും ഇന്ത്യയിൽ നിന്ന് ലോകം മുഴുവൻ പോയിട്ടുണ്ട്. ഇത് കണ്ട, ഈ ലോകം മുഴുവൻ
ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കണ്ടോ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും. സോ പല ഡിഫറെന്റ് ആക്ടിവിറ്റീസ് കണ്ട ഞങ്ങൾക്ക് എല്ലാ കൺട്രികളിലും ഉണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണ്? യേശുവിന് അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോകാനാണ് ഞങ്ങൾക്ക്. അല്ലാതെ യേശുവിന് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട് പോകാനായിട്ട്. യേശുവിന് എവിടെയാണ് അറിയപ്പെടാത്തത്? അത്രയും പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക്. അൾജീരിയ മുസ്ലിം കൺട്രിയാണ്. പിന്നെ തുനീസിയ, അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ. ചാഡ്, അങ്ങനെ പല കെന്യൊക്കെ കുറെ ആൾ ഇതുള്ളതാ. പക്ഷെ ഞങ്ങൾ ആഫ്രിക്കൻ കൺട്രിയിൽ ഞങ്ങൾ 5 കൺട്രികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാമറൂൺ, ചാഡ്, തുനീസിയ, അൾജീരിയ, ഗുനിയ ബിസാവ്, സെനഗൾ അടുത്ത്. അവിടെയൊക്കെ ഡിഫറെന്റ് ലാംഗ്വേജസാ. പോർച്ചുഗീസ്, ഫ്രഞ്ച്, ക്രിയോളോ, അങ്ങനെയൊക്കെ പല ഭാഷകളിലാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എങ്ങനെയാ? ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാഷ അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രാൻസിസ് സേവ്യർ എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിച്ചത്? ഒരു കുരിശെടുത്തു, കയ്യില് കുരിശെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. കുരിശ് നോക്കി എല്ലാവരും വിളിച്ചു, ഇങ്ങനെ ബെല്ലടിച്ചപ്പോ എല്ലാവരും ഓടി വന്നപ്പോ പറഞ്ഞു, ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ക്രൂശിതനായ ദൈവം, ഉത്ഥാനമായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെയും തത്വം. ഗോ ഇൻ ടു ദ ഹോൾ വേൾഡ്. ഞങ്ങൾക്ക് ഭാഷ അറിഞ്ഞിട്ടല്ല, എങ്കിലും ഞങ്ങൾ പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആജ്ഞയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ ദൈവവചനം ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് ഞങ്ങൾ എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, സുവിശേഷം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ക്രിയേറ്റീവ് വേ. ബൈജു ഇതിൽ നിന്ന് കണ്ണടച്ചിട്ട് ഒരു ബീഡ്സ് എടുക്കാം. കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈ വെള്ളനെ നമ്മൾ എന്തിനു സൂചിപ്പിക്കുന്നേ? ഓരോ ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. വൈറ്റ് ആവുമ്പോ യൂറോപ്പ്. വെരി ഗുഡ്. സോ നമ്മള് യൂറോപ്യൻ കോണ്ടിനെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ബൈജുവിനെ പോകണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യൂറോപ്യൻ മിഷന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക ദൈവത്തിന്റെ ഒരു ഇതാണ് യൂറോപ്പിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാഴ്ച വെച്ചിട്ട് ഒന്ന് സമർപ്പിച്ചിട്ട് ഇതിലിട്ട് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാം. നന്മ നിറഞ്ഞു പറയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇനിയിപ്പോ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ശക്തി. നമുക്ക് വേറെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ക്രിസ്തുനായ ദൈവമുണ്ട്. പിന്നെ നമുക്ക് ദൈവത്തിന്റെ വചനമാണ്. ഏത് വചനാണ്? ദൈവത്തിന്റെ വചനം കിട്ടിയിരിക്കുന്നത്. ജനസിസ് 12-ാം അധ്യായം 2-ാം വാക്യമാണ്. ഐ വിൽ മേക്ക് ഓഫ് യു എ ഗ്രേറ്റ് നേഷൻ ആൻഡ് ഐ വിൽ ബ്ലെസ് യു ആൻഡ് മേക്ക് യുവർ നെയിം ഗ്രേറ്റ് സോ ദാറ്റ് യു വിൽ ബി എ ബ്ലെസ്സിംഗ്. ഞാൻ നിന്നെ ഒരു മഹത്തായ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. അതെ, അത് അബ്രഹാമത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വചനാണ്. ഏതാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? ബൈജുവിലൂടെ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലത്തെ ഒരു ഇതെടുത്തെ കണ്ണടച്ചെടുക്കാം. You shall be my witnesses. Act 1:8. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അല്ലേ? പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അല്ലേ? ഇത് കണ്ട, പ്രേ ഫോർ ആഫ്രിക്ക. പരിശുദ്ധ പിതാവ് വേൾഡ് മിഷൻ ഡേക്ക് തന്നിരിക്കുന്ന മെസ്സേജാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇവിടെ സമരിയയിൽ മാത്രമല്ല, ജൂദയ മാത്രമല്ല, ജെറുസലേം മാത്രമല്ല, ലോകം മുഴുവനും എനിക്ക് സാക്ഷിയായിരിക്കും. ഇപ്പൊ ബൈജുവിനെ ഒരു അനുഗ്രഹമായിട്ട് ദൈവം എടുത്തിരിക്കുകയാണ്. പിന്നെ ബൈജുവിനെ ഒരു ദൈവത്തിന്റെ സാക്ഷിയായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ ബൈജു പ്രത്യേകം യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഹോളി ഫാദർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ്. ലൗദാത്തോ സി പോപ്പിന്റെ ഒരു ചാക്രിക ലേഖനമാണ്. ആ ലേഖനത്തില് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ. ഒരെണ്ണെടുത്ത് ഇടുന്നുണ്ട്.
One day of prayer for creation. Pray for the plants and trees and around your home. Yeah. അതായത് സൃഷ്ടികൾ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ ചെടികൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടും വൃക്ഷങ്ങൾക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ. അതാണ് ലൗദാത്തോ സി ക്രിയേഷൻ പ്രൈസസ് പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. ഈ ജപമാല എന്താണ് ഇങ്ങനെ പല കളറുകളിൽ മൾട്ടി കളർ കൊടുത്തിരിക്കുന്നത്? ഇതാണ് മിഷണറി ജപമാല. മിഷണറി ജപമാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാർക്കോസിന്റെ സുവിശേഷം 16-15 നമ്മൾ അത് കാണാപ്പാടം പഠിക്കണം. അത് വെച്ചാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല രാജ്യങ്ങളും സുവിശേഷം പ്രസംഗിക്കും. ഇപ്പൊ ബൈജുനോട് ചോദിക്കുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ എങ്ങനെയാണ്, എന്റെ കയ്യിൽ പാസ്പോർട്ടില്ല, എന്റെ കയ്യിൽ വിസ ഇല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എങ്ങനെ പോകുന്നു യൂറോപ്പിലൊക്കെ, ഞാൻ എങ്ങനെ ആഫ്രിക്കയിലേക്ക് പോണേ? പക്ഷെ ഞാൻ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും പിന്നെ ഓഷ്യാനിയയിലേക്കൊക്കെ പോകണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധമാണ് മിഷണറി ജപദണ്ഡ. ഇതാണ് ജപദണ്ഡ, ഞാൻ തെലുഗിൽ പറയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാല് ജപമാല. ഈ ജപമാലയാണ് ഇത്. കണ്ട ഇത് 5 കളറുകൾ കണ്ട? ഈ 5 കളറിലൂടെ നമ്മൾ ഓരോ ഭൂഖണ്ഡങ്ങളിനെയും കാണിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിഷണറി സ്ക്രീനിങ് ചെയ്തല്ലോ. ആദ്യം നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡീക്കൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ചോപ്പ് അമേരിക്ക, നോർത്ത് സൗത്ത്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. പിന്നെ നമുക്ക് കാണുന്നത് വൈറ്റ് യൂറോപ്പ്. പിന്നെ അവിടെ നിന്ന് വരുന്നത് നമ്മള് ബ്ലൂ ഓഷ്യാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പസഫിക്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എല്ലാം പസഫിക് എന്താണ് നീല കളർ വരുന്നത്, പസഫിക് വെള്ളമുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് യെല്ലോ ഏഷ്യ. കണ്ട ഈ ഏഷ്യ നമ്മളുടെ കോണ്ടിനെന്റ് ആണ്. അതെന്തുകൊണ്ടാണ്? ഒരുവിധം മേജർ റിലീജിയനും മതങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. ഉദയസൂര്യന്റെ സ്ഥലമാണ്, ഓറിയന്റൽ പ്ലേസ് ആണ്, ഈസ്റ്റേൺ കൺട്രീസ് ആണ് ഏഷ്യ. അതുകൊണ്ടാണ് ഈ യെല്ലോ. അതാണ് ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏഷ്യ. അപ്പൊ നമ്മളെല്ലാ ലോകം മുഴുവൻ സഞ്ചരിച്ചോ ഇല്ലയോ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ കൊന്ത ചെല്ലിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാ. അങ്ങനെ നമ്മള് ഈ ജപമാലയായ ആയുധം ഉപയോഗിച്ച് നമ്മള് ലോകം മുഴുവൻ പോയി ഈ സുവിശേഷം, ഫ്രാൻസിസ് സേവിയർ എങ്ങനെയാണോ സുവിശേഷം പ്രസംഗിച്ചത്, ഒരു കുരിശ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ക്രൂശിതനായ കർത്താവിനെ പ്രഘോഷിക്കുന്നു. എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വരം, നിങ്ങൾ എല്ലാവരും വരിക, നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹം ലോകം എല്ലായിടത്തേക്കും എത്തിപ്പെടാനായിട്ട് നമ്മൾക്ക് അതിൻ്റെതായ കർത്തവ്യം, നമ്മളുടെ ബാധ്യത നമുക്കുണ്ടെന്ന് ദൈവം നമ്മളോട് പറയാണ്. ഞാൻ ഇവിടെ പ്രഘോഷിക്കുന്നത് വെറുതെ അല്ല, ഞാൻ ക്രൂശിതനായ കർത്താവിനെ ഞാൻ പ്രഘോഷിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. മാർക്കോസിന്റെ സുവിശേഷം 16-15. പിന്നെ പൗലോസ്ലീഹ പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അത് 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 9-ാമത്തെ അധ്യായം 16-ാമത്തെ ദൈവവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് ദുരിതം. അപ്പൊ ഞാൻ എന്തായാലും ബൈജു നമുക്ക് പ്രസംഗിക്കണ്ടേ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകാം. ഇനി അടുത്ത പ്രോസസ് എന്താണ്? അടുത്ത പ്രോസസ്സ് നിങ്ങള് ഈ കുരിശ് അവിടെ വെക്കാം, ഇവിടെ വെക്കാം. കണ്ട, ഇതാണ് മിഷണറി വീൽ. ഇതിന്റെ പ്രത്യേക കണ്ടില്ല നിങ്ങളെ കളറുകളൊക്കെ? നമുക്ക് നോക്കട്ടെ. നമ്മൾക്ക് വേറെ ഒരു ആയുധമാണ് യേശുവിന്റെ വചനം കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും ആകർഷിക്കാനായിട്ട് അതിന് പറയുന്നതാണ് ലിറ്റിൽ സോൾജേഴ്സ് ഓഫ് ജീസസ് എന്നുള്ള പ്രോഗ്രാമിലൂടെ ചൈൽഡ് ഇവാഞ്ചലൈസസ് ചൈൽഡ് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി. ചെറിയ കുട്ടികൾ തൊട്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, മിഷണറി ആവാനായിട്ട് പരിശീലിപ്പിക്കുക. അതാണ് ലിറ്റിൽ സോൾജേഴ്സ് ഓഫ് ജീസസ്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ആകർഷിക്കാനായി ദൈവവചനം പ്രത്യേകം കാണപ്പാടം പഠിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ആയുധങ്ങളാണ് ഈ മെറ്റീരിയൽസ്. അപ്പൊ ബൈജു ഈ മിഷണറി വീൽ ഒന്ന് കറക്കി നോക്കിയേ, ഏത് വചനാണ്, ഏത് ഭൂഖണ്ഡമാണ് കിട്ടുക നോക്കട്ടെ.
നിന്നോ ആ അല്ലേ? പ്രേ ഫോർ ആഫ്രിക്ക. ഇത് ഗ്രീൻ അല്ലേ? ഇവിടെ കിട്ടിയിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 11:28. Come to me all who labor and are heavy laden and I will give you rest. നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇനി അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? നമ്മള് ഏത് മനുഷ്യരുടെ അടുക്കി പോയാലും നമ്മൾ പറയേണ്ടത്, നിങ്ങൾ എത്രമാത്രം ടയേർഡാണെങ്കിലും നിങ്ങള് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക, ദൈവത്തിൽ റെസ്റ്റ് എടുക്കുക, ആശ്വാസം കണ്ടെത്തുക. അത് മാത്രം നമുക്ക് വേണ്ടത്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും. ഇതാണ് വേൾഡ് മിഷൻ ഡേ ഈ വർഷം. ഫ്രാൻസിസ് ഫോർ വേൾഡ് മിഷൻ ഡേ 2023 പറയുന്നതാണ് ഹാർട്ട്സ് ഓൺ ഫയർ, ഫീറ്റ് ഓൺ മൂവ്. നമ്മൾ എവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എമ്മൗസ് ജേണിയിലാ. എമ്മൗസിൽ പോകുന്ന ശിഷ്യന്മാർക്ക് പറയാണ് ഹാർട്ട്സ് ഓൺ ഫയർ, ഫീറ്റ് ഓൺ മൂവ്. നമ്മൾ ഹാർട്ട് തന്നെ കത്തി ജ്വലിക്കണം. കത്തി ജ്വലിച്ചിട്ട് തീ പിടിച്ച ഹൃദയങ്ങളിലൂടെ ഹൃദയങ്ങള് പെട്ടെന്ന് നമ്മൾക്ക് ഇനി ഇരിക്കാൻ സമയം കളയാൻ സമയമില്ല. നമ്മൾ എന്താ വേണ്ടത്? ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മള് പോകണം. ഫീറ്റ് ഓൺ മൂവ്. എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. മറിയം മഗ്ദലേന എന്താ ചെയ്തത്? ദൈവത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേ നീ ഓടിപ്പോയിട്ട് എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ബൈജുവിന് വെറുതെ വിടാൻ പോകുന്നില്ല. ഇനിയും ബൈജു വന്നിട്ട് ഇനി ഇവിടെ ഇതാണ് മിഷണറി ഗെയിം. ഇതിൽ നിന്ന് ഇതിവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ടല്ലോ. ഈ ഇതിമ്മ തട്ടിയിട്ട് ഈ ബോള് ഇതിലേക്ക് വീഴ്ത്തിക്കണം. ഏത് കോണ്ടിലേക്കാണ് വീഴണേ അവിടേക്ക് പോകും ബൈജു. എന്തായാലും ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഇത് തട്ടി കഴിഞ്ഞാൽ ഇത് 1, 2, 3, 4, 5 ബോൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് പോകുന്നത് ആ കോണ്ടിനെന്റിലേക്കാണ് നമ്മൾ സുവിശേഷമായിട്ട് പോകേണ്ടി വരും. ഇതൊക്കെ കുട്ടികൾക്ക് ലിറ്റിൽ സോൾജേഴ്സ് ഓഫ് ജീസസിനെ ഇതൊക്കെ വലിയ നല്ലൊരു പാടാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ നല്ലൊരു ബോധ്യം ഉണ്ടാവാനും അവര് മറക്കില്ല. അവരും പ്രത്യേകം പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ പറയുമ്പോ ചെല്ലും, ത്യാഗങ്ങൾ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി അവരുടെ വിഷമങ്ങളെ പറ്റി മനസ്സിലാക്കും ഗൂഗിളിലൊക്കെ പോയി. അപ്പൊ ഒന്ന് നോക്കിയിരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിരിക്കാൻ. യൂറോപ്പിലേക്കാണ് പോകാനായിട്ട് വിളിച്ചിരിക്കുന്നത്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് യൂറോപ്പിലേക്കുള്ള വിസ ശരിയായത്. അതെ, കുറെ കഷ്ടപ്പാടുകളുണ്ട്. വെറുതെ പെട്ടെന്ന് ശരിയാവില്ലല്ലോ. പല കഷ്ടപ്പാടുകളും പല ക്രോസ് എടുക്കണ വായും തന്നെ സ്വന്തം തന്നെ ത്യജിച്ച് കുരിശെടുത്തിട്ട് പിന്നെ പോകണം. പിന്നെ പല 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 സ്റ്റെപ്സും ഉണ്ട് എത്താനായിട്ട്. അപ്പൊ മിഷണറി ആവുന്ന പെട്ടെന്ന് എളുപ്പമുള്ള ഇതൊന്നല്ല. നമുക്ക് പല ത്യാഗങ്ങളും ഉണ്ട്. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നീ എന്റെ ബ്ലെസ്സിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലെസ്സിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിന് എന്താ വേണ്ടത് അതിനേക്കാളും കൂടുതലായിട്ട്? അപ്പൊ എന്തായാലും നമുക്ക് നിർമ്മല സിസ്റ്റേഴ്സിന്റെ, പ്രത്യേകിച്ച് നമിത സിസ്റ്ററിന്റെ ഈ ഒരു ഉദ്യമം, ശരിക്കും സിസ്റ്റർ മാത്രമല്ല, സിസ്റ്ററിന് നല്ലൊരു ടീമുണ്ട്. അവരെല്ലാവരും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ്. ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു സിസ്റ്റർ ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും രസകരമായിട്ട് ശരിക്കും എനിക്ക് ഇത് കണ്ടപ്പോൾ, നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഇതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കുട്ടികളുടെ ഒക്കെ ഉള്ളിൽ ശരിക്കും എന്നും ഓർക്കുന്ന രീതിയിൽ ഒരു മിഷണറി ആകാനുള്ള ഒരു ആഗ്രഹം നിക്ഷേപിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിമുകൾക്കും പ്രോസസ്സുകൾക്കും സാധിക്കും ഇതിലൂടെ കടന്നു പോകുമ്പോൾ. കാരണം ഞാനിപ്പം ഈ ഒരു പ്രായമൊക്കെ ആയി, പക്ഷെ എങ്കിലും അറിയില്ല, നമ്മളിനി കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏത് രീതിയിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുട്ടികളുടെ ഉള്ളിലെ, വളർന്നു വരുന്ന കുട്ടികളുടെ ഉള്ളിലെ അവരുടെ ഒരു മിഷണറി സ്വപ്നം നിക്ഷേപിക്കാനായിട്ട്, അത് ഫലവത്തായിട്ട് അവരുടെ ഹൃദയത്തിൽ പ്ലേസ് ചെയ്യാൻ ഈ ഗെയിമുകൾ തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന വചനങ്ങൾ തീർച്ചയായിട്ടും അവരെ വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിസ്റ്റർ ഇത് ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു സിസ്റ്ററിലൂടെ, നമിത സിസ്റ്ററിലൂടെ പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര രസകരമായിട്ട് ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ടീച്ചർ അധ്യാപികയാണോ സിസ്റ്റർ? ഞാനും മിഷണറിയാണ്. ഓക്കെ. അപ്പൊ ആ ഒരു മിഷണറി സീൽ അല്ലെങ്കിൽ മിഷണറി തീക്ഷ്ണത ഉള്ളിൽ അത്രയും ശക്തമായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയത്. നമുക്ക് നിർമ്മല സിസ്റ്റേഴ്സിനെയും ഒപ്പം അൽമായ പ്രേക്ഷിത സമൂഹങ്ങളും അവരുടെ കൂടെയുള്ളവരെ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടു പോകാം. പേര്? വനജ. സ്ഥലം എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഓക്കെ, ഹൈദരാബാദിൽ നിന്നുള്ള വനജ മേഡം ഉണ്ട്. പിന്നെ പേര്? റോജ പുഷ്പ. സ്ഥലം? ഫ്രം ഹൈദരാബാദ്. ഹൈദരാബാദിൽ നിന്നുള്ള റോജ പുഷ്പ മേഡം. ഒപ്പം മറ്റ് സിസ്റ്റേഴ്സിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. പേര്? സിസ്റ്റർ സുനീത ഫ്രം ഹൈദരാബാദ്. ഹൈദരാബാദ്.
From Madhya Pradesh. മധ്യപ്രദേശ്. ഓക്കെ ഓക്കെ ഓക്കെ. സിസ്റ്റർ പ്ലീസ്. Sister Lena Fernandez from Goa. ഗോവ. ഓക്കെ. സിസ്റ്റർ Sister Juliet, ജൂലിയറ്റ് പ്ലീസ്. Kerala. കേരള. ഓക്കെ ഓക്കെ ഓക്കെ. സിസ്റ്റർ ബിന്ദു ഫ്രം കേരള. കേരള. ഓക്കെ. Sister Daisy from Kerala. കേരള. ഓക്കെ. ബാലസ്വാമി ഹൈദരാബാദ്. ബാലസ്വാമി ചേട്ടനാണ്. അപ്പം നിർമ്മല സിസ്റ്റേഴ്സിന്റെ ഈ ഒരു സ്റ്റാളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും തന്നെ വ്യക്തിപരമായ ഒരു മിഷൻ അനുഭവം അല്ലെങ്കിൽ ഒരു മിഷൻ തീക്ഷ്ണത, നമുക്ക് പോയി യാത്ര ചെയ്തു പോയി വലിയ സുവിശേഷ പ്രഘോഷണങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ മിഷൻ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സ്റ്റാളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അത്ര മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ കൂട്ടി നമ്മൾ ഈ ഒരു സ്റ്റാളുകളൊക്കെ കണ്ട് അവർക്ക് കുറേ നല്ല ഓർമ്മിക്കാൻ നല്ല എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ വളർച്ചയിൽ സഹായകമായ ദൈവവിളിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് സിസ്റ്റേഴ്സിന്, നിർമ്മല സിസ്റ്റേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് താങ്ക് യു. ജയ് യേശു, ജയ് യേശു, ജയ് യേശു. മിഷൻ എക്സിബിഷനിൽ മനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു മിഷൻ ചൈതന്യം, ഒരു മിഷണറി തീക്ഷ്ണത ഉണർത്താൻ സഹായകമായ സുന്ദരമായ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് ഓരോ സ്റ്റാളുകളിലും ഉള്ളത്. തീർച്ചയായിട്ടും ഈ സ്റ്റാളുകളെല്ലാം നമുക്ക് ഒരൊറ്റ എപ്പിസോഡിൽ കണ്ടു തീർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റ് മിഷൻ സ്റ്റാളുകളുടെ കാഴ്ചകളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.